ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും ചെറിയൊരു വ്ളോഗുമായിട്ട് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നല്ലൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ സ്നാക്കായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു റെസിപ്പി ഉണ്ട്. പിന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മൊത്തത്തിൽ കാണാം, റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ ഒരു സന്തോഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലത്തെ ഗൾഫ് മാധ്യമത്തിൽ എന്നെ പറ്റിയിട്ട് ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫീച്ചർ നാട്ടിലുള്ളവർക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് നെക്സ്റ്റ് വീഡിയോയിലൊന്ന് ഷെയർ ചെയ്യാമോ എന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഫീച്ചർ. അപ്പോൾ വായിക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചാൽ മതി വായിക്കേണ്ടവർക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഈ കടല വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് വേവിച്ചെടുക്കണം. കടല ആദ്യം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം നമുക്കത് പ്രഷർ കുക്കറിൽ, ഇതിപ്പോൾ പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തുള്ള കടല കേട്ടോ. അപ്പോൾ പ്രഷർ കുക്കറിൽ ഞാൻ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സവോള, അതുപോലെ തക്കാളി ചേർത്തിട്ടില്ല കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, മസാലപ്പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം, അത് മാത്രം ഒഴിച്ചിട്ട് ഒന്ന് 3-4 വിസിൽ വരുന്നവരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ എടുത്തിട്ടുള്ള കടല കേട്ടോ അത്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അത് അറിയുന്നുണ്ടാവും. അപ്പോൾ കടല ജസ്റ്റ് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുക. തക്കാളി ചേർക്കണ്ട, ബാക്കി എല്ലാതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വേവിച്ച കടല ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അവിടെ കിടന്നിട്ട് വറ്റിക്കണം. അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് കക്കരി ഞാൻ ഒരു 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കുഞ്ഞതായിട്ട് നമ്മൾ സാലഡിലേക്കൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ കുഞ്ഞതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു റെസിപ്പി ഞാൻ നാട്ടിലായ സമയത്ത് ഒരു വ്ളോഗ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കാടെ അമ്മായിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു വ്ളോഗ്. അപ്പോൾ അതിൽ ഇക്കാടെ അമ്മായി അന്ന് ഉണ്ടാക്കിയിരുന്നൊരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അന്ന് തന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ നിന്നാണ് കഴിക്കുന്നത് ഈ ഒരു ഐറ്റം. അപ്പം കടലയിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കടല വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം കടലയിലുള്ള ആ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിക്കണം. നല്ല ഡ്രൈ ആയിട്ട് റോസ്റ്റഡ് പോലെ ആക്കിയെടുക്കണം. അപ്പം കക്കരി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയൊരു സവോള, അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് വെജിറ്റബിൾസായിട്ട് കക്കരി, അതുപോലെ സവോള, ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ് എടുക്കാം. പിന്നെ പോംഗ്രാനൈറ്റ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ എടുക്കാം. അതൊക്കെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ചെറിയൊരു മധുരം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് 3 എടുക്കുന്നുള്ളൂ. അപ്പോൾ ക്യാപ്സിക്കം, അതുപോലെ സവോളയും കക്കരിയും, ഈ 3 ഐറ്റംസാണ് എടുക്കുന്നത്. ഇതെല്ലാം കൂടി ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ കടല വേവിക്കുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു സവോള ഇട്ട് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അത് വഴറ്റിയൊന്നും എടുക്കണ്ട, വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വേവിക്കാൻ വല്ലാണ്ട് നമ്മൾ ഉള്ളി വഴറ്റി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ ഇങ്ങനെ ഈ ഒരു കുക്കിങ്ങിൽ തന്നെ സവോളയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഒരു ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ വറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു കട്ടിയിലായിരിക്കും നമ്മുടെ ഈ ഒരു മസാല വരുന്നത്. അപ്പോൾ നമ്മുടെ കടല ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്.
ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ പാകത്തിന് ഉപ്പുണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ ചേർക്കുന്നില്ല. നല്ലൊരു റോസ്റ്റഡ് പരുവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ കടല അതുപോലെ വേവിച്ച് വെക്കുക, അല്ലെങ്കിൽ കടലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. തലേ ദിവസം കടലക്കറി ഉണ്ടാക്കുന്നവർക്ക് നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ പ്ലേറ്റിലേക്ക് നമ്മൾ ആദ്യം കടല ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, സാലഡിലേക്കുള്ള വെജിറ്റബിൾസ്, അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് പൊടി, അതുപോലെ ചെറുനാരങ്ങ നീര്, ഉപ്പ്, പിന്നെ ചാറ്റ് മസാല പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ആകെ ഉപ്പ്, ചെറുനാരങ്ങ നീര് ഇത് രണ്ടും മാത്രമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. കുരുമുളക് പൊടി ചേർത്തിട്ടില്ല, കാരണം നമ്മൾ കടല വേവിക്കുമ്പോൾ അതിൽ അത്യാവശ്യം മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം സ്പൈസി കൂടുതലാവണ്ടെന്ന് വിചാരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. അതുപോലെ ഞാൻ ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പകരം വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു സാലഡ് കഴിക്കുന്ന പോലെ ആയിരിക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പം സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ സ്നാക്കായിട്ടുമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കടല വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഷുവറാണ്. ഒരു സാലഡും അതിൻ്റെ കൂടെ ഈ കടലയും കൂടിയൊക്കെ ആ ഒരു കടല നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ. നല്ല മസാലയൊക്കെ കോട്ടഡ് ആയിട്ടുള്ള കടല ആയിട്ട് ഉണ്ടാക്കണം. എന്നാലേ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആവുള്ളൂ. നല്ല ടേസ്റ്റാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഞാനത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത്, കാരണം തലേ ദിവസം ഞാൻ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് മാത്രം കടലക്കറി എടുത്തിട്ട് പിന്നെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ രാവിലെ തന്നെ വേഗം അത് റോസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാകും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ലുക്കൈമാത്ത് ഉണ്ടാക്കിയപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുണ്ടാക്കാനൊരു സ്പെഷ്യൽ റീസൺ ഉണ്ടെന്ന്. അപ്പോൾ ഒന്നുമല്ല, നമ്മൾ ഒരു വർഷമായിട്ട് നമ്മളെ വീട്ടിൽ ഗസ്റ്റുകളൊന്നും വന്നിട്ടില്ല. റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ആരും വന്നിട്ടില്ല. കാരണം അറിയാമല്ലോ, ചെറിയ ബേബി ഉള്ളതുകൊണ്ട് എല്ലാവരും പറയും നമ്മൾ വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇപ്പം ഇക്കടെ അമ്മായിയുടെ മോന് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു, പെട്ടെന്നാണ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഏതായാലും ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കി. പക്ഷേ റോസ് അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് കഴിച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരമായിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ റൂയിമോൾ ഇവരാരും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഉള്ളവരാരും കണ്ടിട്ടുണ്ടാവില്ല. നാട്ടിലേക്ക് നമ്മൾ പോയതുകൊണ്ട് നാട്ടിലുള്ളവരൊക്കെ കണ്ടു. അപ്പോൾ റൂയിമോളും കൂടി കാണണം എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് ഇവിടെ UAE-യിലായിരുന്നു. പിന്നെ അവർ വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു കുറച്ച് മാങ്ങയും ചക്കയും. അപ്പോൾ ഇതാണ് ആൾ കേട്ടോ. റാഫി എന്നാണ് പേര്. ഫുജേറയിലാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത്തവണത്തെ ചക്ക നമുക്ക് കിട്ടി നാട്ടിൽ നിന്ന്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത്തവണ നാട്ടിൽ പോയപ്പം ചക്ക മൂപ്പറ്റിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് കൊണ്ടുവരാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം അതുപോലെ മാങ്ങ ഒക്കെ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ചക്ക കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിപ്പോയി. ഒരു വലിയ ചക്ക ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മൂപ്പായിട്ടുണ്ട്, പക്ഷേ കട്ട് ചെയ്ത് നോക്കിയപ്പം ഒന്നുകൂടെ ഉണ്ട് പാകമാവാനുണ്ട്. പക്ഷേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പുളിപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റെഡിയാവും. കുറച്ച് ദിവസം കൂടി വെക്കണം എന്നുള്ളൂ. അപ്പോൾ എന്തായാലും ചക്ക കിട്ടി. അതിന് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് ചക്ക. റീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. റീനും റോസിനും എനിക്കും ഇക്കാക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. പക്ഷെ നമുക്കങ്ങനെ എപ്പോഴും കിട്ടാറില്ല. നമ്മൾ വല്ലപ്പോഴും നാട്ടിൽ പോകുന്ന സമയത്ത് ഉണ്ടെങ്കിൽ കിട്ടും, മാത്രമേ ഉള്ളൂ.
അപ്പോൾ ചക്ക അതുപോലെ ക്ലീനൊക്കെ ആക്കിയിട്ട് ഞാൻ ക്ലിംഗ് റാപ്പിൽ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചു. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2-3-4 ദിവസം കൂടി വെക്കേണ്ടി വരും തോന്നുന്നു. പിന്നെ ചക്കപ്പഴം, മാങ്ങ ഇതൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുവന്നതിൽ. പിന്നെ ഞാൻ ഗാർലിക് ചിക്കനും ഫ്രൈഡ് റൈസും ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പെട്ടെന്നായതുകൊണ്ട് ഇതാണ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയത്. ചിക്കൻ ഫ്രൈഡ് റൈസും ഗാർലിക് ചിക്കനും. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുമ്പേ ഷെയർ ചെയ്തിട്ടുണ്ട്. മുമ്പൊക്കെ മിക്ക വീക്കെൻഡ്സിലും ഇവിടെ ഗസ്റ്റ് ഉണ്ടാവാറുണ്ട്. റിലേറ്റീവ്സൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ കോവിഡ് ആയ ശേഷം എല്ലാവർക്കും ഒരു പേടിയാണ്. റൂമോളുള്ളതല്ലേ, ചെറിയ ബേബി ഉണ്ടാകുമ്പോൾ നമ്മൾ വരുന്നില്ല എന്ന് പറയും. എല്ലാവരും കൂടി വരുമ്പോൾ രസമായിരുന്നു വീക്കെൻഡ്സൊക്കെ. അപ്പം കസിന് കുറേ കഴിഞ്ഞിട്ടാണ് പോയത്. രാത്രി 12 മണിക്ക് ശേഷമാണ് പോയത്. അപ്പോൾ പോകാൻ നേരം നമ്മൾ കുറച്ച് നാരങ്ങ സോഡ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുലുക്കി സർവത്തുണ്ടല്ലോ, അതുതന്നെ. അത് കുറച്ചൊരു ചേഞ്ചൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. ശരിക്കും ഈ ഒരു ഡ്രിങ്കിൻ്റെ ഓർമ്മ ഇല്ലായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ വന്ന ഈ കസിൻക്ക് ഇങ്ങനത്തെ ഡ്രിങ്ക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ പറഞ്ഞപ്പോഴാണ് ഈ ഒരു ഡ്രിങ്കിൻ്റെ ഓർമ്മ വന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കുലുക്കി സർവത്ത്. ഞാൻ മുമ്പ് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നോമ്പൊക്കെ ആവുമല്ലോ, നോമ്പൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാവും എല്ലാവർക്കും. ഇതിൽ സോഡ ചേർക്കുന്നുണ്ട്. നോമ്പിനൊക്കെ സോഡ ചേർത്തിട്ടുള്ള ഡ്രിങ്ക്സ് ഒന്നും നല്ലതല്ല. എന്നാലും ഈ സമയത്തൊക്കെ നമ്മൾ ഈ എന്താ പറയുക, ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല ഡ്രിങ്കാണ്. ഒന്നുമില്ല, ജസ്റ്റ് നാരങ്ങ നീര് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് പച്ചമുളക്, പഞ്ചസാര ഇടുന്നതിന് പകരം പഞ്ചസാര ചൂടാക്കിയിട്ട്, പഞ്ചസാരയും വെള്ളം കൂടി ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്തിട്ട് അതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കുക. ആ ഒരു സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക വെള്ളത്തിന് പകരം. എന്നിട്ട് വെള്ളം ഒഴിച്ചു, എന്നിട്ട് ലാസ്റ്റ് ഓരോ കപ്പിലേക്ക് സെർവ് ചെയ്ത ശേഷം പകുതി വരെ ഈ വെള്ളം ഒഴിച്ചിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കി പകുതി സോഡ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. എന്നാലും സോഡ ഒഴിക്കുമ്പോൾ ചെറിയൊരു മധുരമൊക്കെ, നല്ലൊരു മധുരമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ മുമ്പ് ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് കാര്യമായിട്ട് ഷെയർ ചെയ്യാത്തത്. നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് തന്നെയാണ്. പിന്നെ അതുപോലെ കസ്കസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് സബ്ജ സീഡ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ അപ്പോൾ തന്നെ അത് പൊങ്ങി വരും. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലെ വിശേഷങ്ങൾ. പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.